ഓണമായതോടെ നാടാകെ പൂപ്പാടങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. നിരവധി പേരുടെ അധ്വാനമുണ്ട് ഇതിനു പിന്നിൽ. കാണാൻ കാഴ്ച. പച്ചക്കറി കൃഷി നടത്തുന്ന ഇടുക്കി നെടുങ്കണ്ടം വലിയ തോവാള സ്വദേശിയായ മഞ്ജു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത്തവണ ജമന്തി കൃഷി നടത്തിയത്. ബാംഗ്ലൂരിൽ നിന്നും വിത്തെത്തിച്ച് ഗ്രോ ബാഗുകളിലാക്കി 400 ചെടികൾ പരിപാലിച്ചു. ഓരോ ചെടിയിലും നിറയെ പൂക്കളാണ്. ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ മറ്റ് കൃഷികൾക്കൊപ്പം ഇത്തവണ പൂക്കൃഷി ഇറക്കിയവരുമുണ്ട്. ഹൈബ്രിഡ് വിത്തെത്തിച്ചാണ് മിക്കവരും കൃഷി ഇറക്കിയത്. താരതമ്യേന വലുപ്പം കൂടിയ പൂക്കളായതിനാൽ ആവശ്യക്കാരും ഏറെയാണ്. ഇടുക്കിയുടെ മലമടക്കുകളിൽ വിരിയുന്ന ജമന്തിപ്പൂക്കൾ മനോഹര കാഴ്ചയാണ്. എനിക്ക് ഈ കൃഷിയെക്കുറിച്ച് അത്ര അറിവൊന്നും ഇല്ലായിരുന്നു. എങ്കിലും എന്റെ സ്വയം ഒരു അറിവ് വെച്ചിട്ട് ഞാൻ അങ്ങ് ചെയ്തതാണ്. നല്ല മുഴുത്ത പൂവാണ്. ഏകദേശം ഒരു ചെടിയിൽ തന്നെ ഒരു 300 ഗ്രാമോളമുള്ള 30 ഗ്രാമോളമുള്ള ചെടി പൂവുണ്ട് ഇതിനകത്ത്. പാലക്കാട് വിളയൂർ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഓണവിപണി ലക്ഷ്യമിട്ടാണ് കുടുംബശ്രീ പ്രവർത്തകർ പൂക്കൃഷി ഇറക്കിയത്. ഓണക്കാലമായാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂവിനെ ആശ്രയിക്കാതെ തദ്ദേശീയമായി വളർത്തിയ പൂക്കൾ വിപണിയിലെത്തിക്കുകയാണ് ലക്ഷ്യം. പരീക്ഷണാടിസ്ഥാനത്തിൽ പൂക്കൃഷി തുടങ്ങുകയായിരുന്നു കുടുംബശ്രീ പ്രവർത്തകർ. അമ്പാടിക്കുന്നിലെ ചെണ്ടുമല്ലി കൃഷിയിൽ 100 മേനി വിളവാണ് ലഭിച്ചത്. 1 ഏക്കറിലായിരുന്നു കൃഷി. കപ്പ കൃഷി ചെയ്ത സ്ഥലത്ത് പൂക്കൾ കൃഷി ചെയ്ത് വിജയം കൈവരിച്ചിരിക്കുകയാണ് തൊടുപുഴയ്ക്കടുത്തുള്ള ഉടുമ്പന്നൂരിലെ ബിനീഷും കുടുംബവും. 4 വർഷത്തോളമായി കപ്പ കൃഷി ചെയ്തിരുന്ന സ്ഥലത്താണ് ഇത്തവണ പതിവിന് വിപരീതമായി പൂക്കൃഷി നടത്തിയത്. 30 സെന്റ് സ്ഥലത്ത് 2300ഓളം ചെടികൾ വളർന്നു. ചെണ്ടുമല്ലി കൂടാതെ റംബൂട്ടാൻ, കൈതച്ചക്ക, റബ്ബർ എന്നിവയും ബിനീഷ് വളർത്തുന്നുണ്ട്. പണ്ട് തൊട്ടേ എനിക്ക് പൂക്കൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ വെന്തിപ്പൂ ഉണ്ടാകുമോ എന്നൊരു സംശയം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ചൂട് കൂടുതലാണ്, കാലാവസ്ഥ മോശമാണ് എന്നൊക്കെ. അപ്പോൾ ഒരു പരീക്ഷണാർത്ഥം ചെയ്തു നോക്കിയതാണ്. ഏതായാലും തമിഴ്നാട്ടിലേക്കാളും ലാഭകരമായി നമ്മുടെ നാട്ടിലും വെന്തി സുലഭമായി ഉണ്ടാകുമെന്ന് എനിക്കിതിലൂടെ തെളിയിക്കാൻ പറ്റി. ന്യൂസ് ഡെസ്ക്, News 18.